നമസ്കാരം. ഗാസ്ട്രോ കോർണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിത്തസഞ്ചിയിലെ കല്ലുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചു. അതിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററിയെക്കുറിച്ച് സംസാരിച്ചു. അതിൽ ആർക്കൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടാക്കുന്നതെന്ന് സംസാരിച്ചു. ഇനി എൻ്റെ ക്ലിനിക്കിൽ ഒരു വർഷം മുന്നേ വന്ന ഒരു രോഗിയുടെ കഥ ഞാൻ പറയാം. ആ കുട്ടിക്ക് ഒരു 24 വയസ്സ് പ്രായമേ ഉള്ളൂ. ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസത്തോളമായി. ഇച്ചിരി തടിയുള്ള പ്രകൃതമാണ്. കാണാനൊക്കെ നല്ല കുട്ടിയാണ്. അവർ പ്രഗ്നൻസി സമയത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ല. ഡെലിവറിയും കംഫർട്ടബിൾ ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലെത്തി. വീട്ടിൽ നമ്മുടെ നാട്ടിലെ പ്രസവരക്ഷ ശുശ്രൂഷകളൊക്കെ തുടങ്ങി. അതിൻ്റേതായിട്ടുള്ള കോഴിമരുന്ന്, പൂക്കുല ലേഹ്യം, പല രീതിയിലുള്ള മരുന്നുകൾ അതെല്ലാം കഴിച്ചു തുടങ്ങി. ഇഷ്ടംപോലെ പാലൊക്കെ ഉണ്ട്. എല്ലാവരും ഹാപ്പിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു നല്ല ഹാപ്പിയാണ്, നല്ല സുന്ദരൻ, അങ്ങനെ സ്മാർട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ കുട്ടി ഇപ്പോൾ നല്ലപോലെ നെയ്യൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച സമയത്ത് വയറിൻ്റെ വലത്തെ സൈഡിൽ ശക്തമായിട്ടുള്ളൊരു വേദന. കുറച്ച് നേരത്തേക്ക് ആ വേദന ഉണ്ടായി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേദന പൊടുന്നതിനെ മാറുകയും ചെയ്തു. അപ്പോൾ അവരത് വയറ്റിൽ ഗ്യാസ് കയറിയതാണെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലെ ജീരകം, വെളുത്തുള്ളി, ഗ്യാസ് കുറയ്ക്കാനുള്ള സാധനം ഇതൊക്കെ അവർ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ കഴിച്ചപ്പോൾ ഈ വേദന കുറയും ചെയ്തപ്പോൾ അവർ വിചാരിച്ചു കുടലിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ എവിടെയോ ഗ്യാസ് കയറി അതിൻ്റെ വേദന വന്നതാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അവരെ വിചാരിച്ചത് അങ്ങനെയാണ്. അതിൻ്റെയുള്ള ചികിത്സകളും നാടൻ ചികിത്സകളും വീട്ടിലെ ചികിത്സകളും അവർ ചെയ്തു. അത് കഴിഞ്ഞൊരു 4 ദിവസം 5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന ഒരു സമയം, കൊച്ചിന് പാൽ കൊണ്ടിരിക്കുന്ന ആ സമയത്ത് വീണ്ടും വയറ്റിൽ അതിശക്തമായ വേദന വന്നു. ഇപ്രാവശ്യം വയറിൻ്റെ നേരെ മുകളിൽ തന്നെയാണ് വന്നത്. അപ്പർ ഭാഗത്തെ എപ്പിഗാസ്ട്രിയം എന്ന് നമ്മുടെ ഭാഷയിൽ പറയുന്ന ആ ഒരു ഭാഗത്താണ് വേദന വന്നത്. നല്ല ശക്തമായിട്ടുള്ള വേദനയാണ്. ഈ വേദന കുറയുന്നില്ല. ഇവർ ഈ ഗ്യാസിൻ്റെ പൊടിക്കൈകളൊക്കെ ചെയ്തു, കുറയുന്നില്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പതുക്കെ വേദന കുറഞ്ഞു തുടങ്ങി. പക്ഷേ ആ കൊച്ചിന് ആ വേദന വന്ന സമയത്ത് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. വയറിൻ്റെ മുകൾ ഭാഗത്ത് തന്നെയാണ് വേദന നേരെ ബാക്കിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന പോലെ തോന്നി. നമ്മുടെ കുട്ടിയുടെ ഷോൾഡറിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന പോലെ തോന്നി. അതിന് നേരെ ബാക്കിൽ സ്കാപ്പുല ഭാഗത്തേക്ക്, ഷോൾഡർ ബ്ലേഡിൻ്റെ അവിടേക്ക് സ്പ്രെഡ് ചെയ്യുന്ന പോലെ തോന്നി. അപ്പോൾ അവർ എന്തായാലും അടുത്ത് തന്നെ ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ സാധാരണ പരിശോധനയൊക്കെ നോക്കിയപ്പോൾ ഡോക്ടറെ കാണിക്കാൻ ചെല്ലുമ്പോൾ വേദനയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ സാധാരണ പരിശോധനയൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ ചെറിയ ഗ്യാസിൻ്റെ ഗുളികകളൊക്കെ കൊടുത്തു. പിന്നെ ഒരു 2 ആഴ്ച സമയത്തേക്ക് വേദനയൊന്നും ഉണ്ടായില്ല. ചെറിയ ഗ്യാസൊക്കെ ഉണ്ട്, ചെറിയ നെഞ്ചരിച്ചിലും ഗ്യാസും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ചെറിയ പൈൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വേദന തന്നെയാണെന്ന് അവരും വിചാരിച്ചു. പിന്നെ 2 ആഴ്ചത്തേക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം മാറി, ഇനി പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം അസഹനീയമായ വേദന, സെയിം പെയിൻ. അപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ തന്നെ കൊണ്ടുപോയി. ആ കുട്ടി വൊമിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് വിചാരിച്ച് അവർ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാഷ്വാലിറ്റിയിൽ ചെല്ലുമ്പോൾ നല്ല വയറുവേദനയാണ്, പ്രഗ്നൻസി കഴിഞ്ഞ കുട്ടിയാണ്. അപ്പോൾ അവരവിടെ ചില ബ്ലഡ് ടെസ്റ്റുകൾ നോക്കി, അതെല്ലാം നോർമലാണ്. ഇഞ്ചക്ഷൻസ് കൊടുത്തു. അതിൽ പാൻറ്റോപ്രസോൾ അതൊക്കെ കൊടുത്തു. വേദന കുറയുന്നില്ല. ഗ്യാസിൻ്റെ മരുന്നുകൾ കൊടുത്തു, വേദന കുറയുന്നില്ല. അപ്പോൾ വേദന സംഹാരികളായിട്ടുള്ള ചില ഇഞ്ചക്ഷൻസ് കൊടുത്തു. അപ്പോൾ വേദന കുറഞ്ഞു. അപ്പോഴും കൃത്യമായൊരു ഡയഗ്നോസ് ആയില്ല. അപ്പോൾ അത് കാരണം അവിടുത്തെ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ഒരു സ്കാൻ ചെയ്ത് നോക്കി. സ്കാനിൽ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല.
എല്ലാം നോർമൽ തന്നെയാണ്. അപ്പോൾ അവർ വിചാരിച്ചു ഇനിയിപ്പോൾ ശക്തമായ ഗ്യാസ് ആയിരിക്കും, ഭക്ഷണത്തിലൊക്കെ ഇച്ചിരി മാറ്റം വരുത്താം, ചില മരുന്നുകൾ സ്ഥിരം കഴിക്കാം. പിന്നെയും അവരങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ തന്നെ ശക്തമായിട്ടുള്ള വയറുവേദന വന്നത്. ഇപ്രാവശ്യം വന്ന വേദനയായിരുന്നു ഏറ്റവും കൂടുതൽ. വയറിൻ്റെ മുകൾ ഭാഗത്ത് ഭയങ്കരമായ വേദന, വയറിന് തൊടാൻ വരെ പറ്റാത്ത രീതിയിലുള്ള വേദന, ഛർദ്ദിക്കുന്നു, പേഷ്യൻ്റ് ഭയങ്കര ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അവർ കാഷ്വാലിറ്റി കൊണ്ടുപോയി. ആ സമയത്തും ബ്ലഡ് ടെസ്റ്റൊക്കെ നോക്കുമ്പോൾ നോർമൽ തന്നെയാണ്. ഒരു അഡ്വാൻസ്ഡ് ബ്ലഡ് ടെസ്റ്റ് 1-2 ചെയ്ത് നോക്കിയപ്പോൾ ലിവർ ഫംഗ്ഷനിൽ SGOT SGPT എന്നറിയപ്പെടുന്ന ഭാഗത്ത് ചെറിയ വ്യത്യാസം കണ്ടു. ബാക്കിയെല്ലാം നോർമലാണ്, കൗണ്ടൊക്കെ നോർമലാണ്. ESR ഒരു പൊടിക്ക് കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ പിറ്റേന്ന് എൻ്റെ OP യിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി, വലത്തെ സൈഡിൽ വയറ്റുവേദന വരുന്നു, പൊടുന്നനെ അത് പീക്ക് ചെയ്യുന്നു, പീക്ക് ചെയ്തതിന് ശേഷം അതേപോലെ നിൽക്കുന്നു, ശക്തമായിട്ടുള്ള വേദന, സഹിക്കാൻ പറ്റാത്ത വേദന, നേരെ ബാക്കിലോട്ട് വരുന്നു, മൾട്ടിപ്പിളായിട്ടുണ്ടാകുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. SGOT SGPT യിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ഡെമോഗ്രഫി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരേ ഒരു ഡയഗ്നോസേ പറയാനുള്ളൂ. പിത്തസഞ്ചിയിലെ കല്ലുകൾ, അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ വരുന്ന ചെറിയ തരി പോലെയുള്ള സ്ലഡ്ജുകൾ. പ്രഗ്നൻസിയിൽ ഇതൊക്കെ ഉണ്ടാകും. പ്രഗ്നൻസി ഇതിനൊരു റിസ്ക് ഫാക്ടറാണ്. പക്ഷേ അൾട്രാസൗണ്ടിൽ ഇത് കണ്ടിട്ടുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഒരു ഫാസ്റ്റിങ്ങിൽ ചെയ്താൽ, ഭക്ഷണം കഴിക്കാതെ ചെയ്താലാണ് പിത്തസഞ്ചി കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. കാരണം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ പിത്തസഞ്ചി കൺട്രാക്റ്റ് ചെയ്യും. കാരണം ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് പിത്തരസം ആവശ്യമുണ്ട്. അതിനാൽ ഭക്ഷണം കഴിക്കാതെ ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പിത്തസഞ്ചിയുടെ സ്കാൻ ചെയ്യാനായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ പിത്തസഞ്ചി വികസിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു റേഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഭക്ഷണം കഴിക്കാതെ സ്കാൻ ചെയ്തിരുന്നാൽ ആ കല്ലുകളുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനത് പ്രത്യേകമായി അതിൽ മെൻഷൻ ചെയ്തു. ഒരു അൾട്രാസൗണ്ട് ഫോം എഴുതിയപ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്തു. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ പിത്തസഞ്ചിയിൽ 2 കല്ലുകളുണ്ട്. പിത്തസഞ്ചി കട്ടി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്, കഞ്ഞിവെള്ളം പോലെ. സ്ലഡ്ജ്, അതിൽ തരി തരിയായിട്ട് സ്ലഡ്ജുകളുണ്ട്. ഈ ചെറിയ കല്ലുകളും ഈ സ്ലഡ്ജുകളും പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച് പിത്തസഞ്ചിയിലെ ബ്ലോക്കാക്കുന്ന സമയത്താണ് ഈ കുട്ടിക്ക് വേദന വരുന്നത്. അപ്പോൾ നമുക്ക് പിത്തസഞ്ചിയിലെ കല്ലുകളെ ചികിത്സിക്കാൻ, അപ്പോൾ ഡയഗ്നോസായി എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് വേദന വരുന്നത് നമുക്ക് മനസ്സിലായി. ഗ്യാസ് കൂടിയിട്ടൊന്നുമല്ല, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നുമല്ല, പിത്തസഞ്ചിയിലെ കല്ലുകളും അതോടനുബന്ധിച്ചും വരുന്ന ആ ഒരു ബിലിയറി കോളിക്കാണ് ആ കുട്ടിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഡെലിവറി കഴിഞ്ഞ സമയമായതുകൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ട് ആ കുട്ടിക്ക് വരാൻ കാരണം. 24 വയസ്സിലും അത് വരാൻ കാരണം ഈ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സമയമായതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിക്ക് വന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, പിത്തസഞ്ചിയിലെ കല്ലുകൾ ചികിത്സിക്കാൻ നല്ല മരുന്നുകളുണ്ട്, ഫലപ്രദമാണ്. പക്ഷേ കുറച്ച് നാളുകൾ റെഗുലറായിട്ട് കൃത്യമായ ഡോസിൽ അത് കഴിക്കേണ്ടി വരും. നമുക്കൊരു സ്വിച്ചിട്ട പോലെ കല്ലുകളെ മാറ്റാൻ നമുക്ക് പറ്റില്ല. കല്ലുകൾ കുറേശ്ശെ അലിഞ്ഞ് പിത്തത്തിൽ കൂടെ തന്നെ പോകണം. അതിന് കുറേയധികം മരുന്നുകൾ ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട്. കുറേ നാച്ചുറൽ റെമഡീസ് പരീക്ഷണങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം കണ്ടെത്തിയ ഒരു മരുന്നാണ് അർസോഡിയോക്സികോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഒരു മരുന്ന്. ആ ഒരു മരുന്നാണ് ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ മരുന്ന് ഞാൻ ആ കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പ്രഗ്നൻസിയിലുണ്ടാകുന്ന കല്ലുകൾ ചെറിയ കല്ലുകളായിരിക്കും, അതിൽ സ്ലഡ്ജും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ അലിയിച്ച് കളയാനൊക്കെ അർസോഡിയോക്സികോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഈ മരുന്നിന് കഴിവ് കൂടുതലാണ്. ഒരു 8 മില്ലിമീറ്റർ വരെ സൈസുള്ള കല്ലുകൾ സാധാരണ ഇത് അലിയിച്ച് കളയും. 10 മില്ലിമീറ്റർ വരെ അലിയിച്ച് കളയാൻ പറ്റും. പക്ഷേ സമയമെടുക്കും. ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം വരെയൊക്കെ എടുത്തേന്ന് വരാം. കാരണം ഒരു മാസത്തിൽ 0.3 മില്ലിമീറ്ററൊക്കെയാണ് ഇതിനെ അലിയിച്ച് കളയാനുള്ള ഏവറേജ് കഴിവായിട്ട് നമുക്ക് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ 0.3 മില്ലിമീറ്റർ വെച്ച് ഓരോ മാസവും കുറഞ്ഞ്
ഒരു 8 മില്ലിമീറ്ററുള്ള കല്ല് മാറാനായിട്ട് വർഷങ്ങളെടുക്കും, മാസങ്ങളെടുക്കും. അത് കാരണം പേഷ്യൻസ് റെഗുലറായിട്ട് ഈ മരുന്ന് കൃത്യമായ ഡോസിൽ കഴിച്ചാൽ നമുക്ക് ഈ കല്ലുകൾ 8 മില്ലിമീറ്റർ വരെയുള്ളതാണെങ്കിൽ തന്നെയും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ കുട്ടിക്ക് ഞാൻ ആ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് കൃത്യമായ ഡോസിലുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ചെറിയ കല്ലുകളായതിനാലും തരികളായതിനാലും ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ ആ കല്ലുകളെല്ലാം നോർമലായി. കല്ലുകൾ നോർമലായാലും നമുക്ക് മരുന്ന് കണ്ടിന്യൂ ചെയ്ത് 1 മാസം കൂടി കഴിഞ്ഞ് വേറൊരു സ്കാനും കൂടി ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് വേണം നിർത്താനായിട്ട്. അപ്പോൾ ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ചെറിയൊരു വേദന വന്നു. അതിനുശേഷം പിന്നെ വേദന വന്നിട്ടില്ല. പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും കല്ലൊക്കെ മാറിയിട്ടുണ്ട്. വേറൊരു റിപ്പീറ്റ് സ്കാനും കൂടി എടുത്ത് നോക്കിയപ്പോൾ കല്ല് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡെലിവറി കഴിഞ്ഞാൽ പിത്തസഞ്ചി കല്ലുകൾ വരാം, പ്രഗ്നൻസി സമയത്ത് വരാം. പ്രഗ്നൻസി കഴിഞ്ഞ് നമ്മൾ നല്ല കാലറി ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വേദന വരാം, ബിലിയറി കോളിക് വരാം. ശക്തമായ വേദന വയറ്റിൻ്റെ മുകൾ ഭാഗത്ത് വരുമ്പോൾ ആ വേദന നമ്മുടെ പുറത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഛർദിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം ബിലിയറി കോളിക് എന്നറിയപ്പെടുന്ന ഇച്ചിരി ഗുരുതരം തന്നെയായ ചില ഗുരുതരമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായി ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സാധാരണ ഗ്യാസിന് ഇതേപോലെ സഹിക്കാൻ പറ്റാത്ത വേദന, അതൊന്നും സാധാരണ അത്രയ്ക്കും വേദനയൊന്നും സാധാരണ കാണാറില്ല, കണ്ടുകൂടാന്നില്ല. എന്നാലും സാധാരണ ഗ്യാസായിട്ട് എടുക്കാതിരിക്കുന്നതാണ് ഇങ്ങനെ ശക്തമായ വയറ്റുവേദന വരുമ്പോൾ നല്ലത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് ആണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് വേറെ എപ്പിസോഡിലൂടെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സംശയങ്ങളാണെങ്കിൽ അതിന് താഴെയോ ഞാൻ മറുപടി തരാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.